ചേട്ടൻ നീ പെണ്ണുങ്ങളൂറിൽ സ്ഥലമില്ല അവിടെ എടുത്തല്ലേ? ആ ടിക്കറ്റ് എവിടെ? താൻ വീണ്ടും തിരികെ അറിയോ? ഓ, റൂട്ട് മാറിക്കയറി എന്നെ പറ്റിക്കായിരുന്നല്ലേ? തന്നെ ഞാൻ കാണിച്ചു തരാടോ. ആ സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ സോമൻ സാറ്, അയാളെ ഞാനൊന്ന് വിളിക്കട്ടെ. താൻ എന്താ വെച്ചാൽ കാണിക്കും. കുറെ നാൾ കഷ്ടപ്പെട്ട് എക്സാം എഴുതി കിട്ടിയ ജോലിയാണ്, ഒരു കാരണവശാലും വിടില്ല. തന്നെ പഠിച്ച് അവിടെ പോകാൻ നിൽക്കണല്ല. ആ മാസ്റ്റർ അറിയാവുന്ന എല്ലാവരും കൊന്നിട്ടാണ് ഈ പോലീസ് ജോലിക്ക് തന്നെ നിൽക്കും. എവിടെ ഇറങ്ങാന്ന് വെച്ചാൽ പറഞ്ഞേ? ഒരു ഉഴവൂര്. ആ ഉഴവൂര്. ബാക്കി ഇറങ്ങാൻ തരാം. ഓ ശരി. ഓ ടിക്കറ്റ് എടുത്താ? എടുത്തു. ആ ടിക്കറ്റ് എന്തു പറ്റി? ചെറിയൊരു തലവേദന. ഇവിടെ തൊട്ടടുത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, വേണം മെഡിസിൻ വാങ്ങി വരാം. ഞാൻ വാങ്ങിച്ചോളാം. ആ ചേട്ടാ മരുന്ന് 20 രൂപ. ഇതെങ്ങനെ കഴിക്കണ്ടേ? തലവേദനക്കുള്ള മരുന്ന്. ഇതിന്റെ ബില്ലൊന്നും കൊടുത്തേക്ക്. ഈ ടാബ്ലറ്റ് ഉണ്ട്. ഏതാണ് നോക്കട്ടെ. തലവേദനക്കുള്ള മോളെ തൊന്ന് നോക്കിയേ. ആ ചേച്ചി അത് 2 എടുത്തോ. 2 അല്ലേ? ആദ്യത്തേത് ഉണ്ടോന്നും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓ തലവേദനക്കുള്ള മരുന്ന്. ആദ്യത്തെ ഇല്ല കേട്ടോ ചേച്ചി, ഞാൻ നാളെ എടുത്ത് വെച്ചേക്കാം. ശരി. ഇതാ മരുന്ന്. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. ആഫ്റ്റർ ഫുഡ് ആണോ? ആ ഭക്ഷണം കഴിച്ചിട്ട്. സാറേ, തലവേദനയ്ക്കുള്ള മരുന്നാ. ആ മരുന്ന് കടയിലെ പെങ്കൊച്ച് തന്നതാ. ദാ ഇരുന്നോട്ടെ, ബസ് ഇപ്പൊ എടുക്കൂലേ? എവിടെ? ഒരു ഉളശ. ആ രാവിലത്തെ മരുന്നിന്റെ കാശ് കൂടെ തരണം കേട്ടോ. എത്രയാ? 5 രൂപ. 5 രൂപ? ആ 5 രൂപ. താങ്ക് യു. ഓ ശരി. ടിക്കറ്റ് നിങ്ങൾ ഇതിനെ പുന്നരിച്ചോണ്ട് നിൽക്കുവാണോ? ഇനിയും 10-25 കൊല്ലാനുള്ളതാ. ഒരെണ്ണത്തിന് ആദ്യം കൊല്ലട്ടെ, എന്നിട്ട് ചെയ്യാം. നാടൻ കളിച്ചോണ്ട് നിൽക്കാതെ അതിനെ ഒന്ന് കൊല്ലുന്നുണ്ടോ? കൊല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ വെട്ടിന് ഒരു ആനെ കൊല്ലാനുള്ള തണ്ടും തടിയുണ്ട്. പക്ഷെ ഇത് ഈച്ചനെ പോലും കൊല്ലാൻ വയ്യ. അത് പറഞ്ഞുണ്ടാക്കിയോ? ഞാൻ ചെയ്തോ. ഒരു മണിക്ക് കൊള്ളത്തില്ല. ഒരു ഉറുമ്പിനെ കൊല്ലാൻ പറ്റത്തില്ല ആളും കോഴിനെ കൊല്ലാൻ നിൽക്കണ. ആ കോഴീനെ കൊല്ലാനേ പേടിയുള്ളൂ. പക്ഷെ ഉച്ചയ്ക്ക് ഉണ്ടണമെങ്കിലേ ചിക്കൻ കറി നിർബന്ധം. കൊല്ലണത് വിഷയമല്ല, പക്ഷെ പിന്നെ കുറ്റബോധം കൊണ്ടേ ഉറക്കണ്ടാവില്ല. നീ എന്ത് പതിവില്ലാണ്ട്? അതെ, ഒരു കാര്യം പറയാണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നേ. ഓ ചേച്ചി അവിടെ ഉണ്ടാവേ. എന്താ പ്രശ്നം? പറയണോ? ഒന്ന് പോ ചേട്ടാ. പിന്നെന്താ കാര്യം പറ. എനിക്ക് സസ്പെൻഷൻ മേടിച്ചെന്ന പെൺകുട്ടിയില്ലേ? തല്ലണോ നിനക്ക്? അതല്ല ഏട്ടാ. പിന്നെന്താ? എനിക്കവളെ കല്യാണം കഴിക്കണം. ഓ അത്ര ഉള്ളോ? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. വേണ്ട മോനെ, നീ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ആറ്റം ബോംബാ വെറുതെ കഴുത്തി കൂട്ടി നടക്കണം. പക്ഷേ അതൊന്നും ഇല്ലെന്നേ. അന്ന് ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ തൻ്റെ ഉള്ള പെണ്ണിലല്ലേ നമ്മൾ കല്യാണം കഴിക്കണ്ടേ? അതെ രമേശേട്ടാ, 25 എണ്ണത്തിനെയും വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഡ്രസ് ചെയ്യാൻ വേഗം വരണോട്ടോ. ഇത്ര തന്റെ ഇടക്ക് മതിയാ? നിനക്ക് കല്യാണം കഴിക്കണം അത്രയല്ലോ. നീ സാധനം സെറ്റ് അവിടെ കൊലവിളിയാ. നമുക്ക് വൈകിട്ട് സംസാരിക്കാം വിട്ടോ. ഒരാട് വന്ന് വർത്താനം പറയുമ്പോൾ സമ്മതിക്കില്ല പിശാച്ച്. നടന്നാ മതിയാ. മെമ്പർ നേരത്തെ എത്തിയ
എടാ നീ എന്താടാ എത്ര വൈകിയത്? ആൾക്കാർ കേട്ടറിഞ്ഞോണ്ട് വരത്തില്ലേ? ആകെ ഉള്ളത് ഒരു പോത്തും 2 ആട്ടുംകുട്ടികളുമാ. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നെന്നറിഞ്ഞ 1 ലക്ഷം ആവശ്യക്കാരുണ്ടാവും. ഇതിപ്പോ ഏത് വാർഡിലേക്കാ? 3-ാം വാർഡിലേക്കാ. അയ്യോ, എന്നാ പിന്നെ 3 പോയി. അത് നമ്മുടെ കുഞ്ഞുമോള് വെച്ച വാർഡല്ലേ? കുഞ്ഞുമോളാ? ആ, നമ്മുടെ ചിട്ടിപ്പിരി നടത്തുന്ന കുഞ്ഞുമോള്. അവരുടെ വേറെ പണിക്കും പോകാൻ പറ. കഴിഞ്ഞ തവണ അവിടുന്ന് പശുവിന് മേടിച്ചോണ്ട് പോയിട്ടേ മറിച്ച് വിറ്റു. എന്നിട്ട് നാട്ടുകാരോട് മുഴുവനും കള്ളം പറഞ്ഞോണ്ട് നടക്കും അത് ചത്തന്ന്. അവിടെ ആ പരിപാടി നടക്കത്തില്ല. ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ. കുഞ്ഞുമോളല്ലേ ആള്, ചോദിച്ചു കണ്ടുപിടിച്ച് വന്നോളൂ. ഇപ്പൊ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് വരെ മറച്ചേക്കും. എടാ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അതല്ലേ നിന്നോട് കാലത്തെ വരാൻ പറഞ്ഞത്. ദേ ആ വലിയ മരത്തിലോട്ട് കെട്ടിയേക്കെ. അതാവുമ്പോ ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. വാ. എന്റെ മെമ്പറെ, പഞ്ചായത്ത് മൂത്രപ്പുരാണെങ്കിലും അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചൂടെ? അതെ മെമ്പറെ, അതിനിങ്ങോട്ട് കെട്ടിക്കോ. ഞാൻ അതിന് തീറ്റ കൊടുക്കട്ടെ. ഒന്ന് ഇണങ്ങി കിട്ടിയാൽ കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. ആ അല്ലേടാ മോനായി? അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ കുഞ്ഞുമോളെ. പിടിച്ചേടാ. അതെ, ഈ ആടിന് വേണ്ടി അപേക്ഷ തന്നിരിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ എന്തോ പറയും? ആ എന്നാ ആടിനെ വേണ്ട, ആ പോത്തും കുട്ടിനെ മതി. അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ പാ നോക്ക്. എങ്കിൽ അതൊന്ന് കാണണല്ലോ. ആ മെമ്പറുടെ പഴയ ചരിത്രമൊന്നും നാട്ടുകാർക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം. എടാ നിന്നെ എന്ത് പേരാണോ വിളിക്കേണ്ടത്? മെമ്പർക്ക് കുറെ സെറ്റപ്പുകൾ ഉണ്ടല്ലോ. അവരുടെ ആരുടെങ്കിലും പേരിട്ടാലോ? ചൂരപ്പറമ്പിൽ സാബുന്നോ, ചാവക്കാട് ബിജുന്നോ? അതോ മെമ്പർ, എനിക്ക് പോകാനുള്ളതാ, വേറെ ഓട്ടുണ്ട്. ചേച്ചി പോത്തിനെ കൊണ്ടുപോകാനാണെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. നിക്കടാ, അവന് പേടിയാ അവന്റെ പേര് നിനക്ക് ഇടുവോന്ന്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചേച്ചിക്ക് എന്നെ പോത്തും കൂടി കിട്ടിയല്ലോ. ആ ആടുകളും കൂടി നോക്കേണ്ടതായിരുന്നു. ഞാനൊരു കാര്യം വിചാരിച്ച അതിനെ നടത്തിയെടുക്കാനും എനിക്കറിയാം. തൽക്കാലം എനിക്ക് ഇതിനെ മതി. ആടുകളൊക്കെ മെമ്പർ അവളുടെ ഇഷ്ടക്കാർക്ക് കൊടുത്തോട്ടെ. അല്ല, വണ്ടി സ്ഥലം ഉണ്ടായിരുന്നു. മോളെ, നീ ആ ചായ എടുത്തു കൊടുക്ക്. നീ ഒന്നും ആലോചിക്കണ്ട. ആദ്യമായിട്ട് എൻ്റെ മോളെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പോഴാണ് വരും. നീ ഇന്ന് വന്നേ. ഇതൊക്കെ അമ്മ വന്നിട്ട് പോരെ? പോരാ. കുഞ്ഞുമോള് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. അത് വരെ കാക്കണോ? എന്നാ പിന്നെ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കും. ഞാനോ? അവരെന്നെയല്ല നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നേ. അതുകൊണ്ട് എൻ്റെ മോള് ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. ചെല്ല്, അവരവിടെ കാത്തിരിക്കല്ലേ. ആ അങ്ങനെയെങ്കിൽ അവരുടെ അണ്ണാക്കൊന്ന് നഞ്ഞോട്ട്. ഏത് നേരത്താണാവും അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ചായ. ഓ കുടിക്ക്. ചൂട്. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ സജീവന്റെ പെങ്ങളെയും അളിയനും കൂട്ടിയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരാം. ഓ ആയിക്കോട്ടെ. ബിജിമോൾ എന്തോന്നും മിണ്ടാത്ത? അമ്മയോടും കൂടി ചോദിക്കാതെ എന്ത് തീരുമാനം പറയാനാ? അമ്മയും കൂടെ ഒന്ന് വന്നോട്ടെ. കുഞ്ഞുമോള് പഞ്ചായത്ത് വരെ ഒന്ന് പോയേക്കുവാ. ഇപ്പൊ വരുമായിരിക്കും. അല്ല മോളെ? വരട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. അത് ശരി. ആ അതിനിറക്ക്. എനിക്കൊരു കാര്യം. നോക്കി നിൽക്കാതെ അതൊന്ന് സഹായിക്കും മനുഷ്യ. നമുക്കത് അങ്ങോട്ട് എന്നാലോ? എന്നാ ശരി ചേച്ചി. എന്തോന്ന് അതിനങ്ങോട്ട് കൊണ്ടുപോയി കെട്ടിയേക്ക്. ഇതൊരു ചാൻസ്. നല്ല ആക്റ്റീവ്. ഇതെന്തുവാ? പെണ്ണാണ്.
വളർത്താനാണ് ചേട്ടാ, വളർത്താനല്ലേ? ഛേ. നല്ല ആക്റ്റീവ് ഞാൻ, നന്നായിട്ട് ഓടി. പറമ്പൊക്കെ നിങ്ങളുടെയാണോ? എന്നമ്മേ ആ കയറങ്ങോട്ട് കൊടുത്തോളൂ. അങ്ങോട്ട്. പാവം ഓടി തളർന്നു കാണും. ഇല്ല കുഴപ്പമില്ല, ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ. നിങ്ങൾ അതിനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ നോക്ക്, വല്ല കഴിക്കാനും കൊടുക്കണേ. വേണ്ട, ഞങ്ങൾ പാവം വിശക്കുന്നുണ്ടാവും. പോത്തിനായിരുന്നു. ചെല്ലടാ. അല്ല നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കല്യാണാലോചനയായിട്ട് വന്നതാ. ആർക്ക്? എനിക്കല്ല, ഉവ്വ. നിങ്ങൾ സംസാരിച്ചിരിക്ക്, ഞാൻ ഇതിനെ കെട്ടിയിട്ട് വരാം. ഓക്കെ. ഇതെന്റെ കൂട്ടുകാരനാ, ഇവന് വേണ്ടിയാ. എന്താ പേര്? സജീവൻ. എവിടെയാ ജോലി? കണ്ടക്ടറാ, KSRTC-ലാ. ആ ഇക്കാലത്ത് സർക്കാർ ജോലി എന്നൊക്കെ പറയാനേ പറ്റൂ. ശരി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതും തൊലഞ്ഞു നടക്ക്.